എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേന് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പം അവിടെ നവ്യയ്ക്കുള്ള പാല് നയന ചൂടാറാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവേനി ആ പാലിന്റെ മൂടൽ നോക്കി കഴിഞ്ഞപ്പോ പാലിരിക്കുന്നു. ഇത് അവൾക്കുള്ളതായിരിക്കും ആ നവ്യക്ക്. ചേട്ടത്തിക്ക് വേണ്ടിയിട്ട് അനിയത്തി പാലൊക്കെ കാച്ചി വെച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവള് സൂഹിക്കണ്ട, അവള് വേണമെങ്കിൽ ഒന്നുകൂടെ വന്ന് കാച്ചട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനി എന്ത് ചെയ്യണം, ആ പാലൊരു ഗ്ലാസ്സിനകത്തേക്ക് പാർന്ന് അത് അവിടെ നിന്ന് അങ്ങോട്ട് കുടിക്കുവാണ്. അവൾക്കൊരു പണി കൊടുക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷത്തോട് മുറിയിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ആയിട്ടും കൂടി കയറി ചെല്ലുവാണ്. അങ്ങനെ മുറി കയറി ചെന്ന് കഴിഞ്ഞപ്പോ ജയനെ ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുക. പിന്നീട് ജയനോട് പറഞ്ഞു, ഇനിയിപ്പം ഞാൻ ഒന്നും കഴിച്ചില്ലെന്നുള്ള പരാതി വേണ്ട, ഞാൻ പാല് കുടിച്ചെന്ന് പറയാണ്. ഇത് കേട്ടത് ജയൻ ചോദിച്ചു, അല്ല ഈ സമയത്ത് പാലോ? അല്ല ഇതാരും നിനക്ക് പാല് തന്നെ? അവിടെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേങ്കില് നയന നവ്യക്ക് വേണ്ടി തിളപ്പിച്ചു വെച്ചതായിരിക്കില്ലേ? അതായിരിക്കും, പക്ഷെ ഞാൻ അതങ്ങെടുത്ത് കുടിച്ചെന്ന് പറയാണ്. അവള് വേടെ കാച്ചിട്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, നീ എന്താ ദേവേനി ഇങ്ങനെയൊക്കെ? പിന്നല്ലാതെ അവള് വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യുന്നോർത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. അല്ലെങ്കിലും അവൾക്ക് ഈ വീട്ടിൽ വേറെ എന്താ പണി ഇരിക്കണമെന്ന് ചോദിക്കണം. ദേ നിന്റെ മരുമോളാന്നുള്ള ചിന്ത വേണമെന്ന് പറയണം. പിന്നെ മരുമോള്, ഞാൻ അതിനെ അവളെ ആ സ്ഥാനത്ത് കണ്ടിട്ട് വേണ്ടെന്ന് ചോദിക്കണം. ഒരു മരുമോള് വന്നിരിക്കുന്നു. അവൾക്ക് എപ്പോ നോക്കിയാലും അവളുടെ അനിയത്തിയുടെ പുറകെ ചുറ്റിത്തീരാൻ സമയം അവൾക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതാ ഇതൊക്കെ, ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലെന്നൊക്കെ പറയണം. ജയൻ പറഞ്ഞു, ഇത് ദേവേനി നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം. പിന്നെ മരുമോളായിട്ട് ഇനി ഞാൻ അവളെ കാണാനായിട്ട് പോയിട്ട് വേണ്ടേ? അവളെ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കാണാനായിട്ട് പോകുന്നില്ല. പിന്നെ അവളെക്കാളും പ്രായക്കൂടുതലൊക്കെയല്ലേ എനിക്ക്. അതുകൊണ്ട് ആദ്യം മുകളിലേക്ക് പോകുന്നത് ഞാനായിരിക്കും. ഇനി ഞാൻ പോയതിന് ശേഷം വേണമെങ്കിൽ അവൾ ഈ തറവാട് ഭരിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാനുള്ള സമയത്ത് അങ്ങനെ ഭരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടാൻ ജയന് മനസ്സിലായി, ഇനിയിപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. പിന്നീട് ദേവേനി പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, പാല് കുടിച്ചിട്ട് നല്ല ക്ഷീണമുണ്ട്, ഒരു തളർച്ച പോലെ, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവേനി പോയി അങ്ങോട്ട് കിടക്കുവാണ്. ഈ സമയം നയന അടുക്കളയിലേക്ക് വന്നു. നയന അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പാലിരിക്കുന്നത് കാണുന്നില്ല. ഈ പാല് എവിടെ പോയി? ഇനിയിപ്പൊ നവ്യേച്ച് വന്നെടുത്ത് കുടിച്ചോ? അങ്ങനെ ഒരിക്കലും നവ്യേച്ച് കുടിക്കുന്നതല്ലോ. പിന്നെ ആരായിരിക്കും? ഒരുപക്ഷെ അനാമികയായിരിക്കും. അവളെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നീട് വീണ്ടും പാലെടുത്ത് തിളപ്പിക്കുകയാണ് നയന. ഇനി എന്തായാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തിളപ്പിച്ച് നേരെ നവ്യക്ക് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അനാമികയാണെങ്കിലും രേവതിയാണെങ്കിലും. ആ സമയത്ത് അനാമിക രേവതിയോട് പറഞ്ഞു, ഇന്നത്തോടുകൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അവളിവിടെ നിലവിളിച്ചോണ്ട് കിടന്ന് ഓടുന്ന കാണാം. നമ്മൾ മൂടി പൊതിച്ച് കിടന്നുറങ്ങും, നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും. അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ പോലെ അല്ലമ്മേന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം രേവതി പറഞ്ഞു, അതെ മോളെ, അതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നേ. അവൾക്കൊട്ട് അവള് തിരിച്ചടി എന്ന് കിട്ടാനായിട്ട് പോകുന്നേ കണ്ടു. ഈ രേവതി ആരാന്ന് അവൾക്ക് ശരിക്കും അറിയത്തില്ല. ഇന്നത്തോടു കൂടി അവൾക്കത് മനസ്സിലാവുമെന്ന് പറയാം. അനാമിക പറഞ്ഞു, നമുക്ക് നല്ല മൂടി പൊതിച്ച് പോയി കിടന്നുറങ്ങാം. ഇനിയിപ്പൊ അനി മാല ഇട്ടോണ്ട് ഞാൻ അമ്മയുടെ കൂടെ അല്ലേ കിടക്കണേ, അതുകൊണ്ട് ഇനിയിപ്പോ കുഴപ്പമില്ല. ഇനിയിപ്പൊ എന്ത് നിലവിളി ശബ്ദം കേട്ടാലും നമുക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലെന്ന് പറയണം. ഇതൊക്കെ കേട്ടോണ്ട് ജലജ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ പാലിനകത്ത് കലക്കി കൊടുത്തിട്ടുണ്ട്, അപ്പൊ കാര്യമൊക്കെ ഒരു തീരുമാനമായി. സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു ജലജയ്ക്ക്. ജലജ പിന്നീട് എന്ത് ചെയ്യണം, അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം നവ്യ അങ്ങോട്ട് ഇറങ്ങി വന്നു. നവ്യ അടുത്തേക്ക് നയന പാലും കൊണ്ട് എന്നിട്ട് പറഞ്ഞു, അല്ല ചേച്ചി പാലെടുത്ത് കുടിച്ചാലും ചോദിക്കുക. ഇല്ല ഞാൻ എടുത്ത് കുടിച്ചില്ല, എന്തു പറ്റി? അല്ല ഞാൻ ചേച്ചിക്ക് വേണ്ടി പാലവിടെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ അത് അവിടെ കണ്ടില്ലെന്ന് പറയണം. അതെന്നാ മിക്കവാറും അവളായിരിക്കും എടുത്ത് കുടിച്ചേ, അനാമിക ആയിരിക്കും എന്ന് പറയാണ്. പിന്നീട് നവ്യ നയന തന്റെ കയ്യിരിക്കുന്ന പാല് നവ്യക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. പിന്നെ നയന പറഞ്ഞു, അല്ല ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. അത് പിന്നെ സന്തോഷം ഇല്ലാതിരിക്കോ? എന്ന് വീട്ടിലൊക്കെ പോയതല്ലേ കുറെ കാലത്തിന് ശേഷം. എന്താണെങ്കിലും ഇതേ ആദർശന്റെ അമ്മ കാണുന്ന ചില ഗുണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായില്ലേ? അഭിമാലയിട്ടോണ്ടല്ലേ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അത് ശരിയാ, നിനക്ക് ഗുണങ്ങൾ ഉണ്ടായില്ലേലും എനിക്ക് ഗുണങ്ങൾ ഉണ്ടായെന്ന് പറയാണ്. അതിൻ്റെതായ ഒരു സന്തോഷമാണെന്ന് പറയണം. വീട്ടിൽ പോയി പുറത്തുപോയി ഫുഡ് കഴിച്ചു, അങ്ങനെ എന്റെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് അഭി സാധിച്ചെന്ന് പറയണം. ഇതിനി സ്വഭാവത്തിൽ മാറായിരുന്നാ മതിയായിരുന്നു പറയാം. നയന പറഞ്ഞു, മലയ്ക്കോ മാല ഇട്ടിരിക്കുന്നല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ലെന്ന് പറയാം. അത് ശരിയാ, പക്ഷെ അവിയുടെ കാര്യമായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നവിയെ, നമുക്കൊന്നും അങ്ങ് ഉറപ്പിക്കാൻ പറ്റില്ലെന്ന് പറയണം. ശരിയെന്നും പറഞ്ഞോണ്ട് നവ്യ പാലൊക്കെ മേടിച്ചോണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ജലജ നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക. അബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ നീ ഇങ്ങനെ ഇരിക്കുവാണെന്ന് നിൽക്കും, പിന്നല്ലാതെ എന്ത് ചെയ്യാനാ? എടാ അവള് പാലും കൊണ്ട് മുറിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയണം.
അമ്മ അവള് പാലും കൂടെ മുറിയിലേക്ക് പോട്ടെ, അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ മണ്ട, അതല്ല, അവള് കുടിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. അവള് പിന്നെ കുടിക്കാതെ എന്ത് ചെയ്യാനാ? എടാ അതല്ല, ഇന്നാള് പായസം മാറ്റി വെച്ച പോലെ ചിലപ്പം ഇനിയിപ്പോ അവളുമാര് കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞിട്ട് പാല് മാറ്റി വെച്ചോന്ന് അറിയത്തില്ലല്ലോ. ഇനിയിപ്പോ വാഷിംഗ് ബേസിന് ഒഴിച്ചു കളഞ്ഞൊന്നും അറിയാൻ പറ്റില്ല. അവളെ ചിലപ്പോൾ കുടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിച്ചു കളയും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. അങ്ങ് ചെന്നിട്ട് ആ പാൽ അവളെ കൂടി കുടിപ്പിക്കാൻ പറയണം. അറിയാലോ, ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവണമെന്ന് പറയണം. എന്നാ ശരി, അതൊക്കെ ഞാൻ ഏറ്റെന്നും പറഞ്ഞുകൊണ്ട് അഭി നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം നവ്യ പാല് പകുതി കുടിച്ചിട്ടുണ്ടായിരുന്നു. അഭിയെ കണ്ടത് നവ്യ പറഞ്ഞു, ആഹാ നീ വന്നോ, അതെ എന്നാ കുറച്ച് പാല് നീ കുടിക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അഭിനെ അങ്ങ് വെട്ടി പേർക്കാൻ തുടങ്ങി. എന്താ ചെയ്യണ്ടേ? ഇവള് പാല് നീട്ടിക്കൊണ്ട് അത് പറയുകയും ചെയ്യുന്നത്. പെട്ടെന്ന് അഭി പറഞ്ഞു, അയ്യോ ഇങ്ങോട്ട് നോക്ക്, ഞാൻ മലയ്ക്ക് വേണ്ടി മാല ഇട്ടിരിക്കല്ലേ, അപ്പൊ നീ കുടിച്ചതിന്റെ ബാക്കിയൊന്നും കുടിക്കാൻ പറ്റില്ല, ഞാൻ സാമിയാന്ന് പറയണം. അയ്യോ ആ കാര്യം ഞാനങ്ങോട്ട് മറന്നുപോയി, സോറി ഇട്ടോന്ന് പറയണം. അത് മോളെ, അതുകൊണ്ട് മാത്രമല്ല, നിന്റെ വയറ്റിൽ വളരുന്നൊരു കുഞ്ഞ്, അതിന് ആരോഗ്യം ഉണ്ടാവണ്ടേ, നല്ല ഊർജ്ജസ്വലതയോടെ അത് പുറത്തു വരണ്ടേ. അപ്പൊ എന്താ, നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കണം. അത് മാത്രമല്ല പാലൊക്കെ കുടിക്കാൻ ഞാൻ കുടിച്ചതുകൊണ്ട് അതുകൊണ്ടായോന്ന് ചോദിക്കണം. ഇത് കേട്ട നവ്യ പറഞ്ഞു, എന്നാലും ഇപ്പോഴൊന്നും നിന്റെ മാറ്റത്തിൽ എനിക്ക് സന്തോഷമാണെന്ന് പറയണം. അഭി പറഞ്ഞു, ഇനിയിപ്പൊ എന്തായാലും ഞാൻ മാറാനൊന്നും പോകുന്നില്ല. അല്ല, മാല ഊരി കഴിയുമ്പോൾ സ്വഭാവം മാറുമെന്ന് നവ്യ ചോദിക്കുക. എവിടെന്ന്? മാല ഊരി കഴിയുമ്പോൾ ഒന്നും സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല. ഈ അഭിക്ക് ഇനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ അഭി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാം. അതള്ളൂ, എനിക്ക് സന്തോഷമായി, മാല ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായല്ലോ. എനിക്കും ആദർശനും ഒരു പണി കൊടുക്കാനാ അമ്മായി ഇത് ചെയ്തെങ്കിലും, പക്ഷെങ്കിൽ ഗുണം ഉണ്ടായത് എനിക്കാന്ന് പറയണം. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അഭി പറഞ്ഞു, അല്ലെങ്കിലും ഇളയമ്മയ്ക്ക് വല്യമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? വല്യമ്മയാണെങ്കിൽ എപ്പൊ നോക്കിയാലും അവധി ഉപദ്രവിക്കാണ്ട് അവരെ പുറകെ നടക്കുമല്ലേന്ന് പറയണം. അത് ശരിയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ. അല്ല, നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, വ്യത്യാസമൊന്നും ഇല്ലോന്ന് പറയണം. അത് ശരിയാ, പക്ഷെ എങ്കില് ഇപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് അധികം കൊണ്ട് അടുപ്പത്തിനൊന്നും പോവാറില്ല. കാരണം അമ്മയ്ക്കറിയാം ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. അതിൻ്റെതായ ദേഷ്യവും ബുദ്ധിമുട്ടും ഒക്കെ അമ്മയ്ക്ക് എന്നോടുണ്ടെന്ന് പറയണം. ഓ, ഇനിയിപ്പൊ അമ്മ പറഞ്ഞു കഴിയുമ്പോ നീ എന്നോട് പഴയ പോലെ തന്നെ അനിഷ്ടം കാണിക്കുമെന്ന് ചോദിക്കുക. എവിടുന്ന്? അങ്ങനെയൊന്നും ഞാൻ അനിഷ്ടമൊന്നും കാണിക്കാൻ പോകുന്നില്ല, നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അപ്പോഴേക്കും ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. നോക്കിയപ്പം ജലജയാണ് വിളിക്കുന്നത്. അമ്മയാന്ന് തോന്നുന്നു കോള് വിളിക്കുന്നുണ്ട്. എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അത് നീ ഇങ്ങോട്ടൊന്ന് വരാൻ പറയാണ്. അതെ, അമ്മ വിളിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ നിന്നോട് ഇഷ്ടം കൂടി തുടങ്ങുന്നതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ അതൊന്നും വേണ്ടാന്ന് വിളിച്ച് ഉപദേശിക്കാനായിരിക്കും. ഇനി കുറച്ച് സമയം അമ്മയുടെ അടുത്ത് പോയി നിൽക്കണം, അമ്മ പറയുന്നത് കേട്ടോണ്ടിരിക്കണം. അതേ മോളൂ, ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറയണം. നവയുടെ മുഖം അങ്ങോട്ട് മാറി. കുഴപ്പമൊന്നുമില്ല, അതെ വിഷമിക്കൊന്നും വേണ്ട. അമ്മയുടെ ഇനി തന്ത്രത്തിലും ഞാൻ വീഴാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് പേടിക്കാതെ മോളിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അഭി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. അഭി ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജലജ ചോദിച്ചു, എന്താടെ കാര്യങ്ങൾ? അവള് പാല് കുടിച്ചോന്ന് ചോദിക്കും. കുടിച്ചോന്നാ? അവള് പാല് കുടിച്ചെന്ന് പറയണം. അവളെ എന്നോട് പകുതി കുടിക്കാൻ പറഞ്ഞു പറയാം, എന്നിട്ട് നീ കുടിച്ചോ? അല്ല, നീ മരമണ്ടനാണല്ലോ എന്ന് പറയണം. ഏയ് ഞാൻ അങ്ങനെ കുടിക്കോ അമ്മേ, ഞാൻ പറഞ്ഞ സ്വാമിയാ, നീ കുടിച്ചതിന്റെ ബാക്കി കുടിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും മാറ്റി വിട്ടെന്ന് പറയണം. ഓ, രക്ഷപ്പെട്ടു. എടാ മോനെ, ഇനി കൂടിപ്പോയ ഒരു 15 മിനിറ്റ്, അതോടുകൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവെന്ന് പറയണം. അവള് നിലവിളിച്ചോണ്ട് ഇവിടെ കിടന്ന് ഓടും. കണ്ടു, അവസാനം അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും അങ്ങോട്ട് പോകുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം. നമ്മളായിരുന്നു നടക്കത്തില്ലായിരുന്നു. ഇതിപ്പോ അനാമിക രേവതിയല്ലേ, അതുകൊണ്ട് എങ്ങനെയൊക്കെ നടന്നേ. നമ്മളെക്കാളും ഭയങ്കര താല്പര്യമാണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകാനായിട്ട് അവർക്ക്. അതുകൊണ്ട് ഇനി നമ്മൾ പേടിക്കണ്ട. ഇനി ഒരു പ്രശ്നം വന്നാലും നമ്മുടെ മേർക്ക് ഒന്നും വരാൻ പോകുന്നില്ല. എന്ത് വന്നാലും ഇനി അവളുമാർ ഏറ്റെടുത്തോളൂ, കാരണം അവളുമാരുടെ തലക്കിട്ടല്ലേ കിട്ടാൻ പോണെന്ന് പറയാം. അത് ശരിയാ. എന്നാലും അനാമ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നല്ല കാര്യമായി അല്ലേ മെനിക്കണം. അതെ അതെ. ഇത് കേട്ടത് അഭി പറഞ്ഞു, അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം എനിക്ക് വേറൊരു കല്യാണം കഴിക്കാനായിട്ട്. ആ മണ്ടി വിശ്വസിച്ചുകൊണ്ടിരിക്കുക ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതെന്ന്. പിന്നെ ഇന്ന് അവളുടെ വീട്ടിൽ കൊണ്ടുപോയതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ. അത് മാത്രമല്ല, ഫിലിമിന് കൊണ്ടുപോയി. പിന്നീട് പോരുന്ന വഴിക്ക് അവളെ റെസ്റ്റോറൻറ്റിൽ കയറ്റിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തെന്ന് പറയണം. ഇഷ്ടമുള്ള ഫുഡെന്ന് വെച്ചാൽ നോൺ വെജ് ഒക്കെ. എന്നിട്ട് അവളത് കഴിച്ചോന്ന് ചോദിക്കും. കഴിച്ചു. അവള് കഴിക്കത്തില്ലായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ നിർബന്ധിച്ച് അവളെ കൊണ്ട് കഴിപ്പിച്ചാന്ന് പറയാണ്. ആഹാ, അത് കൊള്ളാന്ന് പറയണം. ഇനിയിപ്പോ അവൾക്ക് ഇത്തിരിയെങ്കിലും പുണ്യം ഉണ്ടെങ്കിൽ അതോടെ തീർന്നോട്ടെ നോർത്തോണ്ട. എടാ, നീ മാലയിട്ട് കഴിയുമ്പോൾ അവൾക്ക് അതൊക്കെ കഴിക്കാൻ കൊള്ളാവോ? അമ്മേ, അതെനിക്കറിയാം, അതുകൊണ്ടല്ല ഞാൻ അവൾക്കിട്ട് ഇങ്ങനെ ഒരു പണി കൊടുത്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ജലജ പറഞ്ഞു, എന്താണ് നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ, ഇപ്പൊ നീ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുമല്ലേ എന്ന് പറയാണ്. അതേമേ, അതേകാലം എനിക്ക് അഭിനയിക്കേണ്ട വരത്തില്ല. അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞങ്ങോട്ട് പോട്ടെ, അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറയാണ്. ഈ സമയം ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക രേവതി അനാമിക. അല്ല, ഇതുവരെയായിട്ട് അവളുടെ നിലവിളി ശബ്ദം ഒന്നും കേൾക്കുന്നില്ല, എന്ത് പറ്റിയാവോ?
അറിയത്തില്ല മോളെ, ഇനിയിപ്പോ പണി പാളിയോ എവിടുന്ന് ചിലപ്പോ പിടിച്ചു വരുന്നുണ്ടായിരിക്കുള്ളൂ. ഞാനല്ലേ കൊണ്ടേ മരുന്ന് കലക്കിയതാ, അതുകൊണ്ട് ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ അവളുടെ കരച്ചിൽ കേൾക്കാന്ന് പറയാണ്. ഈ സമയം നയന നേരെ ആദർശിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ആദർശ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ലാപ്ടോപ്പിനകത്ത്. പെട്ടെന്ന് ചോദിച്ചാൽ, അല്ല ആദർശനുള്ള പാലും കൊണ്ട് തട്ടെന്ന് ചോദിക്കുവാണ്. എന്തിന്? അല്ല പാല് കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുമെന്ന് പറയണ രാത്രിയിൽ. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണ. പാലൊന്നും എനിക്ക് വേണ്ടാന്ന് പറയണ. അതെ, നീ വേണേ കുടിച്ചോ, കാരണം ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്ന നീയല്ലേന്ന് ചോദിക്കുക. അതൊന്നും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. അതെ, ഞാനാണെങ്കിലാണെങ്കിൽ അടുക്കളയിൽ കൊണ്ടുപോയി പാല് വെച്ചിട്ടുണ്ടായിരുന്നു നവ്യേച്ചിക്ക്. അത് ആ അനാമിക വന്ന് എടുത്ത് കുടിച്ചെന്നാ തോന്നേ. വീണ്ടും ഞാൻ രണ്ടാമതൊന്നുകൂടെ തിളപ്പിച്ചെന്ന് പറയാം. അല്ലെങ്കിലും ആ അനാമികക്ക് ഇച്ചിരി കേട് കൂടുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട് അവൾ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ടോന്ന്. അല്ല, അവളുടെ അമ്മ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അല്ല കുറെ കാലം അമ്മ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു നവ്യേച്ചനെ നോക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ആ പേരും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്ന് പറയാണ്. എന്റെ അമ്മ ഒന്ന് നിന്നോണ്ട് പിന്നെ അവർക്ക് ഇവിടെ വന്ന് നിൽക്കാലോ. എനിക്കത് അത്രയും കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല, അവരുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനിയെ ഓർത്തിട്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നേ. കാരണം അന്ന് ആ മാല മോഷണം പോയ കേസിൽ അവരെ എനിക്ക് നല്ല സംശയമുണ്ട്, അവരാണോ ഇതിന്റെ പിന്നിൽ നിന്ന്. പക്ഷെ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അനിയുടെ അവസ്ഥ എന്താവെന്ന് ഓർത്തിട്ടാ പിന്നെ അവളുടെ കള്ളത്തരത്തിന് പുറകെ ഞാൻ പോകത്തെന്ന് പറയാം. ഇത് കേട്ടെന്ന് അതിനെ പറഞ്ഞു, അത് ശരിയാ, പാവ അനി, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേങ്കില് എന്ത് ചെയ്യാനാന്ന് പറയാണ്. കള്ളത്തരം ഇത് മാത്രമല്ല, നീ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് കുറച്ച് നാളും കൂടെ കഴിയും പറയാ. അവൾ അത്ര പെർഫെക്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ്. പിന്നീട് നയന പറഞ്ഞു, എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. അല്ല ഇവിടെ കിടന്ന എന്താ കുഴപ്പം? വേണ്ട വേണ്ട, എടി ഇവിടെ നിൽക്കുന്ന കണ്ടാൽ പോലും അമ്മയ്ക്ക് സഹിക്കില്ല. അമ്മ എങ്ങാനും ഇതിലൂടെ വന്നാൽ പിന്നെ അത് മതി അടുത്ത ചീത്ത പറയാനായിട്ട്. അതുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് പോവാണ്. അപ്പൊ ആദർശ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ദേവയാനിക്ക് പാല് കുടിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.